നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ചർമ്മരോഗങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നതിനായി തിരുവനന്തപുരം പട്ടം SUT ഹോസ്പിറ്റലിലെ ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ ശാലിനി ഡോക്ടർ ലൈവിൽ അതിഥിയായെത്തിയിരിക്കുന്നു. നമസ്കാരം. നമസ്കാരം. സാധാരണയായിട്ട് ചർമ്മത്തിനുണ്ടാകുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്? സാധാരണ ഇപ്പോൾ നമ്മൾ ഡ്രൈ സ്കിൻ ആണെങ്കിൽ, അതായത് വരണ്ട ചർമ്മം, അത് ഒരു പരിധിയിലേറെ ആകുമ്പോഴത്തേക്ക് അതൊരു അസുഖമാണ്. അതേസമയം എണ്ണമയം ഉള്ള ചർമ്മം, അത് തന്നെ കുട്ടികളിലൊക്കെ മുഖത്തെ എണ്ണമയം കൂടുമ്പോഴത്തേക്കും അതിൽ കുരുക്കൾ വരുന്നു, കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടാവുന്നു. അപ്പോൾ അത് അസുഖമാവും. അപ്പോൾ ഒരു നോർമൽ അല്ലെങ്കിൽ അസുഖമൊന്നും ഇല്ലാത്ത ചർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ചർമ്മം കൊണ്ട് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വരിക. അതായത് ചൊറിച്ചിലോ അല്ലെങ്കിൽ ചുവപ്പ് നിറമോ അല്ലെങ്കിൽ പാടുകളോ കലകളോ ഇതൊന്നും ഇല്ലാത്ത ഒരു ചർമ്മമാണ് സാധാരണ നോർമൽ ചർമ്മം. ഇനിയിപ്പം ചൂടുകാലം വരാൻ പോവുകയാണ്. അന്നേരം ചർമ്മത്തിന് വളരെ പ്രത്യേകം ശ്രദ്ധ ആവശ്യമുള്ള സമയമാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ചൂടുകാലത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വിയർപ്പാണ്. അപ്പം 2 നേരം കുളിക്കുമ്പോൾ പക്ഷേ സോപ്പ് ഒരു നേരം ഉപയോഗിച്ചാൽ മതിയാവും. ഒരു പ്രാവശ്യം വെറുതെ വെള്ളത്തിൽ കുളിക്കണം. കുളിച്ചതിന് ശേഷം അപ്പം ഈ വിയർപ്പ് അടിഞ്ഞുണ്ടാകുന്ന അസുഖങ്ങൾ, അപ്പം പ്രത്യേകിച്ച് നമ്മുടെ ചർമ്മത്തിൻ്റെ മടക്കുകളിൽ, അതായത് കക്ഷം, കാലിൻ്റെ മടക്കുകൾ, ഈ ഭാഗത്തെല്ലാം വിയർപ്പ് കൂടി നിന്നിട്ട് അതിൽ പിന്നീട് ചൊറിച്ചിലും പൂപ്പൽ രോഗങ്ങളും ഒക്കെ വരാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ചൂടുകുരു വരാം. അപ്പം നിറയെ വെള്ളം കുടിക്കുക, 2 പ്രാവശ്യം കുളിക്കുക, അല്പം ലൂസായിട്ടുള്ള കോട്ടൺ വസ്ത്രങ്ങൾ തന്നെ ധരിക്കണം. ഇപ്പോൾ സിന്തറ്റിക് വസ്ത്രം ഉപയോഗിക്കുന്നവർക്ക് കൃത്യമായിട്ട് അറിയായിരിക്കും നല്ല ചൂടാണ്. അപ്പോൾ ചൂട് കൂടുമ്പോഴത്തേക്കും ശരീരത്തിൽ ഈ ഭാഗങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ വിയർപ്പ് അധികമാവുകയും പിന്നെ അത് കാരണമുള്ള എന്ന് വെച്ചാൽ ഈ സ്കിന്നെന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് ആണ്. അതായത് ഒരു കവചം മാതിരി. നമ്മൾ അതിനെ അതായത് നനച്ച് ഇങ്ങനെ കുതിർന്നു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു രോഗപ്രതിരോധ ശക്തി തന്നെ തീർന്നു പോകും. അപ്പം നമ്മൾ അതിനെ സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്യണം. പിന്നെ വേനൽക്കാലത്ത് കണ്ടുവരുന്ന വേറൊരു പ്രശ്നമാണ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അമിതമായിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്നാണെങ്കിൽ കുട പിടിച്ചിട്ട് പുറത്തു പോവുക. എല്ലാവർക്കും ഭയങ്കര മടിയാണ് കുടയും കൊണ്ട് പുറത്തിറങ്ങാനായിട്ട്. രണ്ടാമത്തത് സൂര്യപ്രകാശത്തിന് എതിരെ നമുക്ക് സൺബാൻ ലോഷൻസ് ഉണ്ട്, അതായത് സൺ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ലോഷൻസ്, അത് ഉപയോഗിക്കുക. അപ്പം പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വെയിലത്ത് ഇറങ്ങുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ തന്നെ ഇതിടണം. അപ്പോൾ നമ്മൾ പേഷ്യൻസിനോടൊക്കെ പറയുമ്പോഴത്തേക്കും അവർ പുറത്തിറങ്ങുന്നതിന് തൊട്ട് പിന്നെ ആയിരിക്കും ഓർക്കുന്നത്, അയ്യോ ഡോക്ടർ ഇത് പറഞ്ഞിട്ടുണ്ടെന്ന്. ഉടനെ ഓടിപ്പോയി മുഖത്ത് കയ്യിലൊക്കെ തേച്ചു അങ്ങനെ അങ്ങ് ഇറങ്ങും. പക്ഷെ അത് ഗുണം ചെയ്യത്തില്ല. നമുക്ക് ഈ ലോഷൻസ് നമ്മുടെ സ്കിന്നിൽ പിടിക്കാൻ കുറച്ച് സമയം കൊടുക്കണം. അപ്പം അവർക്കൊരു അരമണിക്കൂർ അത് പിടിക്കാനുള്ളൊരു സമയം കിട്ടും. പിന്നെ പുറത്തേക്ക് ഇറങ്ങാം. പിന്നെ കുട ഉപയോഗിക്കുക. പിന്നെ കൈയൊക്കെ മൂടിയിട്ടുള്ള വസ്ത്രങ്ങൾ, അതായത് കഴിവതും ഈ ബൈക്കിലൊക്കെ പോകുന്നവർ, സ്കൂട്ടറൊക്കെ ഓടിക്കുന്നവർ, അവർക്കൊക്കെ ആണെങ്കിൽ കൈ മുഴുവൻ വെയിൽ കൊള്ളുന്നത് കാരണം നല്ല ടാൻ വരും. അപ്പം അത് കവർ ചെയ്യുന്ന വസ്ത്രങ്ങൾ ധരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിപ്പോൾ വേനൽക്കാലത്ത് മാത്രമല്ല, നമുക്കിപ്പം കേരളത്തിൽ അങ്ങനെ തണുപ്പൊന്നും ഇല്ലല്ലോ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ മഴക്കാലത്ത് കൂടിയും നമ്മൾ ഈ കാണുന്ന വെട്ടം എന്ന് പറയുന്നത് അത് വെയിൽ തന്നെയാണ്. അപ്പം മഴക്കാലത്ത് പോലും സൺസ്ക്രീൻ ലോഷനൊക്കെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് കയ്യിൽ ചർമ്മത്തിൻ്റെ നിറം മാറുക, പ്രത്യേകിച്ച് കൈ, മുഖം തുടങ്ങിയ സ്ഥലങ്ങളിൽ. അത്തരം ചർമ്മ നിറമാറ്റത്തെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാൻ പറ്റും? അതിന് സത്യത്തിൽ മരുന്ന് തന്നെ ഉപയോഗിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ ചിലർ മഞ്ഞളൊക്കെ ഇടും. പക്ഷേ മഞ്ഞൾ ഒരു ഡെർമറ്റോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. കാരണം മഞ്ഞൾ അലർജി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അപ്പം എല്ലാവർക്കും അത് പിടിക്കണമെന്നില്ല. അപ്പം നിങ്ങളുടെ സ്കിന്നിന് അത് ദോഷമൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് ദോഷമില്ല. പിന്നെ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനം തൈരാണ്. പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്യേണ്ട, തൈര് മാത്രം ഇട്ടാൽ മതി. അതിനകത്ത് ലാക്റ്റിക് ആസിഡാണ് ഉള്ളത്. അത് നന്നായിട്ട് നമുക്ക് ഈ ഡ്രൈ സ്കിന്ന് കുറയ്ക്കും. അപ്പോൾ ഈ ഡ്രൈ സ്കിന്ന് പോകുമ്പോൾ തന്നെ നമ്മുടെ തൊലിയുടെ പുറത്തുനിന്ന് ഒരു ഡെഡായിട്ടുള്ള ഒരു ടിഷ്യൂ ആണ് ഇളകി പോകുന്നത്. അപ്പം അത് കളയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ സെല്ല് പോകുമ്പോഴത്തേക്ക് പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള കണങ്ങളുണ്ട്, അവരെയും കൂടി എടുത്തുകൊണ്ടാണ് പോവുക. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യും. പിന്നെ ചിലർ നാരങ്ങ നീരൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് പറയാറുണ്ട്. പക്ഷേ അതും ഇതുപോലെയാണ്. നാരങ്ങ നീര് ഒരു ബ്ലീച്ചിങ് ഏജൻ്റാണ്. പക്ഷേ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ഫോട്ടോ സെൻസിറ്റിവിറ്റി ഉണ്ടാക്കും. അതായത് വെയിലിനെ കുറച്ചുകൂടെ നമുക്ക് അലർജി ഉണ്ടാക്കും. അപ്പോൾ അതൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഇതിന് സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അതായത് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കുന്ന ക്രീമുകളൊക്കെ ഉണ്ട്. അതൊക്കെ പക്ഷേ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. കാരണം ഇപ്പം പൊതുവായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ കൊച്ചു കുട്ടികളൊക്കെ അവരുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അമ്മ ഒക്കെ ഉപയോഗിക്കുന്ന മരുന്ന് അവർ വാങ്ങിച്ച് ഉപയോഗിക്കാം.
അപ്പോൾ ഇതെന്താ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പല ഘടകങ്ങളും ഒരു 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്കോ അല്ലെങ്കിൽ വ്യക്തികൾക്കോ വേണ്ടിയിട്ടുള്ളതാണ്. അത് ഈ കൊച്ചു പ്രായത്തിലുള്ളവരൊന്നും വാങ്ങിച്ചുപയോഗിക്കരുത്. ഡോക്ടർ, നമുക്കൊരു കോളർ കൂടെ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവ് ആണ്. ആരാണ് വിളിക്കുന്നത്? ഹലോ, പറയൂ. അത് കൈയുടെ ഈ ഓരോ ജോയിന്റില് ഇങ്ങനെ അത് വെടിച്ച് കീറിയിട്ട് ബ്ലഡ് വന്നോണ്ടിരുന്നു. അതെ, അത് ഞാനിപ്പോ അപ്പോഴൊക്കെ ഞാൻ മുറിഞ്ഞത്തേക്ക് ഇത് ബാൻഡിൽ ഒട്ടിച്ചായിരുന്നു. ഒട്ടിച്ച് അത് മുറിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും അത് താഴത്തെ ജോയിന്റിലോട്ട് വന്ന് വെടിച്ച് കീറി ഈ വിണ്ട് കീറും പോലെ വന്നിട്ട് ബ്ലഡ് ഒക്കെ വന്നോണ്ടിരുന്നു. പിന്നെ അത് ചെറിയ തൊലിയൊക്കെ ഇളകി തുടങ്ങി. അതെ, ഇതേ കൈയുടെ അകത്തെ ഭാഗത്തല്ലേ കൂടുതലായിട്ട് കാണുന്നത്? അത് ഒരു വിരലിലേ ഉള്ളൂ സംഭവം. അത് ശരി. കാലിൽ വല്ലതും ഉണ്ടോ? കാലിലൊന്നുമില്ല, വിരലിൽ കയ്യില് മാത്രമേ ഉള്ളൂ. അതിപ്പോ ഈ ഗുളിക കഴിച്ചതിന് ശേഷം ഇപ്പഴത്തെ കയ്യിലൊക്കെ ഇങ്ങനെ തൊലി ഇളകി മഞ്ഞ സമയത്ത് വിണ്ടി കീറുന്നത് പോലെ അതുപോലെയൊക്കെ. അപ്പം ഇതെന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം ഒറ്റ വിരലിൽ മാത്രമേ ഉള്ളൂ എങ്കിൽ അങ്ങനെ ഇരുന്നാൽ പോലും അത് സോറിയാസിന്റെ ഒരു ലക്ഷണമാവാനായിട്ട് നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് വിരൽ ഉപയോഗിച്ച് ഇങ്ങനെ ഇളകി ഉണങ്ങി നിൽക്കുമ്പോഴത്തേക്ക് അതിനെ പിച്ചി കളയണമെന്നൊക്കെ തോന്നും. അത് ചെയ്യരുത് കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം അടുക്കളയിലൊക്കെ ആണെങ്കിൽ ഉള്ളി, വെളുത്തുള്ളി അതൊക്കെ കൈകൊണ്ട് അരിയുകയും ഒക്കെ ചെയ്യും. അത് നുള്ളി തൊലിക്കുകയൊക്കെ ചെയ്യും. അത് ഭയങ്കര അലർജി ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പോൾ അത് ഉപയോഗിക്കരുത്. പിന്നെ നമ്മൾ പാത്രം കഴുകുന്നു, തുണി അലക്കുന്നു. അപ്പോൾ ആ സൂപ്പൊക്കെ വീണ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇത് കുറച്ചുകൂടെ പടരാനും അല്ലെങ്കിൽ ഇത് ഉണങ്ങാതെ നിൽക്കാനും സാധ്യതയുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, അപ്പോൾ നമുക്ക് തുണി അലക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം എന്ത് ചെയ്യണം? നമ്മൾ വലിയ ഗ്ലൗസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൈമുട്ട് വരെ എത്തുന്ന വലിയ ഗ്ലൗസ് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പം ഒന്നുകിൽ നിങ്ങൾ അങ്ങനെ ഗ്ലൗസ് മാത്രമായിട്ട് ഇട്ട് നോക്കുക, എന്നിട്ട് വേണം തുണി അലക്കാനും പാത്രം കഴുകാനും. പക്ഷേ ചിലർക്ക് ഈ ഗ്ലൗസിന് തന്നെ അലർജി വരും. അപ്പം അങ്ങനെയുള്ള സമയത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്ലൗസിനകത്ത് ഒരു കോട്ടൺ തുണിയുണ്ട്, ഒരു ചെറിയ ഉറ തയ്ച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഗ്ലൗസ് ഇടുക. ഇപ്പോൾ തന്നിരിക്കുന്ന ഓയിൻമെൻറ്റ് വളരെ നല്ലതാണ്. അപ്പം അത് കൃത്യമായിട്ട് 2 നേരം നനഞ്ഞ തുണി കൊണ്ട് കൈയുടെ ഭാഗം ഒപ്പിയതിന് ശേഷം ലൈറ്റായിട്ട് എത്ര കുറച്ചിടാവോ അത്രയും നല്ലത് എന്നിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ മുകളിൽ നിറച്ച് മോയ്സ്ചറൈസിങ് ലോഷനും കൂടെ ഇടണം. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ ഇനി അത് ആ തൊലി ഉണങ്ങി നമ്മുടെ പഴയ ചർമ്മത്തിലേക്ക് എത്തേണ്ടതാണ്. അപ്പോൾ അതിന് കുറച്ച് സമയം കൊടുത്താലേ പറ്റുള്ളൂ. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ ലൈവിൽ ഇനിയൊരു ഇടവേളയ്ക്കുള്ള സമയമാണ്. ഡോക്ടർ ലൈവിൽ ഇനി ചെറിയൊരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ചർമ്മരോഗങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ലൈവ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, നമുക്ക് ഒരു കോളർ കൂടെ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവ് ആണ്. ആരാണ് വിളിക്കുന്നത്? ഞാൻ മാവേലിക്കരയിൽ നിന്നാണ്. ഡോക്ടറിന്റെ ചോദിച്ചോളൂ. രാമേന്ദ്രക്കുറുപ്പ് എന്ന് പറഞ്ഞ ആളാണ്. ഞാൻ ഈ ചർമ്മരോഗത്തില് വെള്ളപ്പാണ്ടെന്ന് പറയുന്ന രോഗമുണ്ട്. അതെ അതെ. ഇതിന് ഡോക്ടറെ പരിപൂർണമായി മാറാനുള്ള ചികിത്സ ഉണ്ടോ? അതല്ലെങ്കിൽ ആ ചികിത്സ എവിടെ കിട്ടും? കാരണം എന്റെ ഒരു സുഹൃത്ത് ഒരുപാട് ട്രീറ്റ്മെന്റ് നടത്തണമെങ്കിൽ ഇത് മാറിയിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. അതെ, ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ വെളുത്ത പാണ്ട്, അതായത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൊലിയിൽ കളർ കൊടുക്കുന്ന കുറച്ച് കോശങ്ങളുണ്ട്. അപ്പോൾ ഈ കോശങ്ങൾക്ക് ഉണ്ടാകുന്ന ക്ഷതം, അതാണ് വെള്ളപ്പാണ്ടിൻ്റെ ഒരു കാരണം. അപ്പം എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്ഷതം എന്നുള്ളത് എന്താണ്, ഇടയ്ക്കിടയ്ക്ക് അത് വന്നു വെച്ചാൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന ഒരു ആഘാതമാണ്. അപ്പം നമ്മൾ ഒരു ദിവസം ട്രീറ്റ്മെന്റ് എടുത്തു അല്ലെങ്കിൽ ഒരു മാസം ട്രീറ്റ്മെന്റ് എടുത്തു മാറുന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ നമുക്ക് ആദ്യം ഈ ക്ഷതം ഇങ്ങനെ കൂടുതലായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ക്ഷതത്തിനെ നിയന്ത്രിക്കണം. രണ്ടാമത് ആ ചില ആൾക്കാരിലാണെങ്കിൽ ആ കോശം നശിച്ചു പോയിട്ടുണ്ടാവും. അപ്പം അത് തിരിച്ച് വളർന്നു വരാനുള്ള ഒരു സമയം കൊടുക്കണം. മനസ്സിലായില്ലേ? അപ്പം ഈ സമയം നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് പുതിയ ക്ഷതം വരാം. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഈ വെള്ളപ്പാണ്ടിന്റെ അസുഖം നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. പക്ഷേ ഇതിന്റെ ഇപ്പം എല്ലാ വ്യക്തികളും ഒരേപോലെ ഒരേ ട്രീറ്റ്മെന്റിന് പ്രതികരിക്കണം എന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പം ഒരു ട്രീറ്റ്മെന്റ് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റു രീതികളും കൂടെ അതിന് വേണ്ടിയിട്ട് സഹായമായിട്ട് എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പം ഈ വ്യക്തിയോട്, അതായത് ആ ഫ്രണ്ടിനോട് പറയണം,
സ്ട്രെസ് എടുക്കൽ, ടെൻഷൻ ഇതിന് ഒട്ടും പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ടെൻഷൻ വരുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിനകത്ത് എന്താണ് പോലീസുകാരുടെ എണ്ണം കൂടും. അതായത് ഈ പ്രതിരോധം, അതായത് നമുക്ക് പുറമേ നിന്ന് വരുന്ന ഇഷ്ടമില്ലാത്തൊരു വസ്തുവിനോട് പ്രതികരിക്കുന്ന ആൾക്കാർ, അത് നമ്മുടെ ബോഡിയിൽ കൂടും. അപ്പോൾ അതേ ഇത് ആ പ്രതികരണം നമ്മുടെ ബോഡിയിൽ കൂടുമ്പോഴത്തേക്ക് എന്ത് പറ്റും, അത് ഈ കളർ കൊടുക്കുന്ന, അതായത് മെലാനിൻ എന്ന് പറയുന്ന പിഗ്മെൻ്റ് ഉണ്ടാക്കുന്ന കോശങ്ങളിൽ നേരെ തിരിഞ്ഞ് അവരെ ആക്രമിക്കും. അവരെ ആക്രമിക്കുമ്പോഴത്തേക്കും ആ കോശങ്ങൾക്ക് ഹാനി വരും. അപ്പം ഇതിന് ഒട്ടും പറ്റാത്ത കാര്യമാണ് ടെൻഷൻ. അപ്പോൾ ടെൻഷൻ എടുക്കാതിരിക്കുക. ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആദ്യം നമ്മൾ ചെയ്യുന്നത് ആ ഹാനി കുറയ്ക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യുക. പിന്നെ ഇനി ആ കോശങ്ങൾ, മൃതമായി പോയ ആ കോശങ്ങളെ തിരിച്ച് വളർത്തിക്കൊണ്ടുവരിക. മൂന്നാമത് കളറ് തിരിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ തുടരുക. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്ക് ഒരു കോളർ കൂടെ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവ് ആണ്. ആരാണ് വിളിക്കുന്നത്? എന്റെ പേര് ശ്രീനാഥ്, ഞാൻ കൊല്ലത്ത് നിന്ന് വിളിക്കും. ഡോക്ടറിന് ചോദിച്ചോളൂ. എന്റെ കാലിൽ ഈ മാസം, ഈ ഡിസംബർ ജനുവരി മാസത്തിലാകുമ്പോൾ തൊലി ഇങ്ങനെ ഇളകും, രണ്ട് കാലിലെ കയ്യിലേക്ക്. അതെ, അത് എല്ലാ പ്രാവശ്യം വരാറുണ്ട്. അത് ഞാൻ എന്ത് ചെയ്യണം? പൊടിയടിച്ച തുമ്മൽ, അലർജി ഒക്കെ ഉള്ള ആളാണോ? ഇല്ലില്ല, അങ്ങനെ അലർജി ഒന്നും ഇല്ല. കണ്ണൊന്നും തിരുമലില്ല? ഇല്ല. അപ്പം സാധാരണഗതിയിൽ നമുക്ക് വരണ്ട ചർമ്മമുള്ളവർക്കാണ് ഇങ്ങനെ ഡിസംബർ മാസങ്ങളിലൊക്കെ സാധാരണ ആൾക്കാരെക്കാൾ കൂടുതലായിട്ട് തൊലി ഇളകുന്നത്. അപ്പം ചെയ്യേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കൈയും കാലും ഒന്നും കഴുകാതിരിക്കാൻ നോക്കുക. പിന്നെ നമ്മൾ അതായത് കഴുകി കഴിഞ്ഞാൽ തൊലി ഡ്രൈ ആക്കുന്ന സോപ്പൊന്നും ഉപയോഗിക്കരുത്. നല്ല കഴുകി കഴിഞ്ഞാൽ നമുക്ക് വൃത്തിയായില്ല എന്ന് തോന്നും, ഇങ്ങനെ മിഴുമിഴുത്തിരിക്കും. അങ്ങനത്തെ സോപ്പ് ഉപയോഗിക്കുന്നതാണ് കൈക്കും കാലിന് നല്ലത്. പിന്നെ എല്ലാ ദിവസവും അതെ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുന്നേ കാലാണെങ്കിൽ നമ്മൾ ഒരു ഇളം ചൂടുള്ള വെള്ളം, അധികം ചൂടും ആവരുത് അധികം തണുപ്പും ആവരുത്, ഉപ്പിടണമെന്നില്ല, അതിലൊരു 10 മിനിറ്റ് വെക്കുക. വെച്ചതിന് ശേഷം ഒരു നനഞ്ഞ തോർത്തുകൊണ്ട് ആ ഭാഗമൊക്കെ നല്ല വൃത്തിയായിട്ട് ഉപ്പിയതിന് ശേഷം ഒരു മോയ്സ്ചറൈസിങ് ക്രീം കാലിൽ പുരട്ടണം. പിന്നെ ഇത് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ വിരലിൻ്റെ ഇടകളിൽ, അതായത് കാലിൻ്റെയൊക്കെ വിരലുകളുണ്ടല്ലോ, അതിൻ്റെ ഇടയിൽ ഈ ക്രീം അധികമായിട്ട് പറ്റിപ്പിടിച്ചിരിക്കാൻ പാടില്ല. നമ്മുടെ ചർമ്മത്തിന് ഇണങ്ങുന്ന സോപ്പ് നമുക്ക് എങ്ങനെ തിരഞ്ഞെടുക്കാം? നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് കുളിച്ച് കഴിഞ്ഞാൽ വൃത്തിയായി എന്ന് തോന്നരുത്. അതായത് ചില സോപ്പിട്ട് കുളിച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ സ്കിന്നൊക്കെ നല്ല വരണ്ടിട്ട് ക്ലീനായ പോലെ പാത്രമൊക്കെ കഴുകിയൊരു ഫീലിംഗ് വരും. അത് പറ്റത്തില്ല. മിഴുമിഴുക്കുണ്ടെങ്കിൽ ആ സോപ്പ് നമ്മുടെ എണ്ണമയത്തിനെ കഴുകി കളയുന്നില്ല. അത് നല്ലതാണ്, അത് ഉപയോഗിക്കാം. സാധാരണയായിട്ട് കണ്ടുവരുന്നൊരു ബുദ്ധിമുട്ടാണ് പിമ്പിൾസ് അഥവാ മുഖക്കുരു. കൗമാരക്കാരിലാണെങ്കിൽ ഈ ഒരു രോഗാവസ്ഥ വളരെയധികം കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട്. നമ്മൾ എന്തൊക്കെയാണ് അതിന് ട്രീറ്റ്മെൻറ്റ് നൽകേണ്ടത്? ശരി. 1, കുട്ടികൾ മുഖത്ത് ഇടയ്ക്കിടയ്ക്ക് തൊടരുത്. 2, നഖം ഒന്നും നീട്ടി വളർത്തരുത്. പിന്നെ ഈ പ്രായത്തിൽ കുരു വരുന്നതാണ് നോർമൽ. അപ്പോൾ അതൊരു ഡോക്ടറെ കണ്ടിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. നമ്മൾ സാധാരണ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ ഗ്ലാൻഡുകൾ, സെബീഷ്യസ് ഗ്ലാൻഡിൽ ഉണ്ടാവുന്ന ഒരു ബ്ലോക്ക്, അതുകൊണ്ടാണ് ഈ ഗ്രന്ഥിയിൽ നിന്ന് ദ്രാവകം പുറത്തേക്ക് വരാതിരിക്കുന്നത് കാരണം അത് കുരുവായിട്ട് രൂപാന്തരപ്പെടുന്നു. അപ്പോൾ അത് ആ സ്റ്റേജിന് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ കോംഡോലൈറ്റിക് ആയിട്ടുള്ള മരുന്ന് കൊടുക്കും. അപ്പോൾ അതിന് ഫേസ് വാഷ് ഉണ്ട്, കുട്ടികൾക്ക് മുഖത്തിടാനായിട്ട് ജെല്ലുകളുണ്ട്. അപ്പോൾ അതൊക്കെ ധരിക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലോക്ക് ഉണ്ടായി കഴിഞ്ഞു, പിന്നെ വരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ചുറ്റും ഒരു ഇൻഫ്ലമേഷൻ വരും. അതാണ് ചുവപ്പ് നിറവും പഴുപ്പും ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ സ്റ്റേജിലാണെങ്കിൽ നമ്മൾ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ളത് അങ്ങനത്തെ ജെല്ലുകൾ കൊടുക്കേണ്ടി വരും, അത് കൊടുക്കും. പിന്നെ അകത്തേക്ക് ഗുളിക കഴിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതനുസൃതമായിട്ട് അത് കൊടുക്കും. അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആ ബ്ലോക്ക് കാരണം കുറച്ചുകൂടെ വലുതാവുന്നു. അതായത് അങ്ങ് ഒരു നോഡ്യൂൾ എന്ന് പറയും, അതായത് വലിയ വീങ്ങിയ കുരുക്കൾ വരിക. അപ്പോൾ അങ്ങനെയുള്ള കുരുക്കൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്കോ അല്ലെങ്കിൽ പുറമേ നിന്ന് പുരട്ടുന്ന ആൻറ്റിബയോട്ടിക് ജെല്ലുകളോ ഒന്നും ഫലപ്രദമായിട്ട് നമുക്ക് വരത്തില്ല. ആ സമയത്ത് നമ്മൾ ചെറിയ ഇഞ്ചെക്ഷൻസ് ഒക്കെ കൊടുക്കേണ്ടി വരും. പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ലേസർ തെറാപ്പിയാണ്. അപ്പോൾ ലേസർ കൊണ്ട് നമ്മൾ സ്കിന്നിൽ ചെറിയ മുറിവുണ്ടാക്കുന്നു. അത് ഹീൽ ചെയ്യാനായിട്ട് അത് മുറിവ് കൂടുമ്പോഴത്തേക്ക് നമുക്ക് പുതിയ സ്കിന്നാണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു ആക്നെ ഉള്ള പേഷ്യൻറ്റിന് ഇതിൻ്റെ എല്ലാം സഹായം എടുക്കാവുന്നതാണ്. ഡോക്ടർ ലൈവിൽ ഇനിയൊരു ഇടവേളയ്ക്കുള്ള സമയമാണ്. ഡോക്ടർ ലൈവിൽ ഒരു ചെറിയ ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ചർമ്മരോഗങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ലൈവ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, നമുക്കൊരു കോളർ കൂടെ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവ് ആണ്. ആരാണ് വിളിക്കുന്നത്? ഹലോ, എൻ്റെ പേര്
ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, എന്റെ മാതാവിന്റെ ആണിരോഗമുണ്ട്. അതെ. അപ്പൊ അതിനെ ചികിത്സയൊക്കെ നോക്കിയില്ല, ഫലപ്രദമാകുന്നില്ല. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പം ആണി ഒരെണ്ണം മാത്രമാണോ നിൽക്കുന്നത്? എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അതിൽ നമുക്ക് എത്ര വയസ്സുള്ള ആളാണെന്നാ പറഞ്ഞത്? 62 വയസ്സ്. ശരി ശരി. അപ്പം നമ്മൾ സാധാരണ മലയാളികൾ ആണിരോഗം എന്ന് പറയുന്ന അസുഖം 2 തരത്തിൽ പെട്ടതാണ് കാണുന്നത്. ഒന്നാണെങ്കിൽ വൈറസ് കാരണം ഉണ്ടാകുന്നതാണ്, അതാണെങ്കിൽ പകർന്നു വരുന്ന അസുഖമാണ്. അപ്പം ആണിരോഗമുള്ള, അതായത് ആളുടെ ചെരുപ്പൊക്കെ മറ്റൊരു വ്യക്തി എടുത്തിടുകയാണെങ്കിൽ ഈ വ്യക്തിയിൽ നിന്ന് മറ്റേ വ്യക്തിയിലേക്ക് അതിൻ്റെ വൈറസ് പോവുകയും അവർക്ക് അസുഖം വരികയും ചെയ്യാം. രണ്ടാമതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ, അപ്പോൾ ഈ ആദ്യം പറഞ്ഞത് ആണ് ശരിക്കും നമ്മുടെ അരിമ്പാറ എന്ന് പറയുന്ന അസുഖം. പക്ഷേ കാലിൽ വരുമ്പോഴത്തേക്ക് അത് ഈ ആണിയാണോ അരിമ്പാറയാണോ എന്നൊന്നും കൃത്യമായിട്ട് നമുക്ക് പുറമേ നോക്കിയാൽ മനസ്സിലാവില്ല. രണ്ടാമത്തെ അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൊലി കട്ടിയാവുന്നതാണ്. അപ്പം തൊലി കട്ടിയാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നിൽക്കുമ്പോഴത്തേക്കും ശരീരത്തിൻ്റെ ഭാരം മുഴുവൻ ഒരു കാലിൽ കൊടുത്തുകൊണ്ട് നിൽക്കുക. അപ്പോൾ എന്ത് പറ്റും? ഈ ഭാരം മുഴുവൻ ഒറ്റ കാലിൽ വീഴുമ്പോൾ അത് ആ കാലിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും ചെന്നെത്തുന്നത്. അപ്പം അവിടുത്തെ തൊലി നാച്ചുറലായിട്ടും ഈ ഭാരത്തിന് താങ്ങാൻ വേണ്ടിയിട്ട് തനിയെ കട്ടിയാകും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ കട്ടിയായി കഴിഞ്ഞാൽ പിന്നെ അത് അടുത്തുള്ള സാധാരണ, അതായത് കട്ടിയാവാത്ത ചർമ്മവുമായിട്ട് വിട്ട് ചിലപ്പോൾ അവർക്ക് അവിടെ കീറലും മുറിവ് പോലെയും പഴുത്ത് വരിക വരെ ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതെ അതെ അതെ, അത് നല്ലതാണ് മരുന്ന്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ സ്കിന്നിൻ്റെ കട്ടി കുറയാനേ ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം വീണ്ടും നമ്മൾ ഇതേപോലെ നിൽക്കുക, അതായത് ഞാൻ പറഞ്ഞില്ലേ 2 കാലിലും ഭാരം ഒരുപോലെ കൊടുത്തുകൊണ്ട് നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ നല്ല കുഷൻ പോലത്തെ ചെരുപ്പ് പറ്റുമെങ്കിൽ MCR എന്ന് പറഞ്ഞിട്ട് നമുക്ക് നല്ല കട്ടിയുള്ള പതുപതുത്തെ ചെരുപ്പ് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഒരു പ്രായമൊക്കെ കഴിഞ്ഞാൽ അങ്ങനത്തെ ചെരുപ്പ് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അത് വീട്ടിനകത്തേക്ക് ഒരു ചെരുപ്പ് വാങ്ങിച്ചിടുക, പുറത്ത് പോകാനായിട്ടുള്ള ആവശ്യത്തിന് മറ്റൊരു ചെരുപ്പ് ഉപയോഗിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഒരു ഇളം ചൂടുള്ള വെള്ളത്തിൽ മുക്കി വെക്കുക, നനഞ്ഞ തൂർത്തുകൊണ്ട് അതൊന്ന് ഉപ്പുക. ഉപ്പിയതിന് ശേഷം വേണം സാലിസിലിക് ആസിഡുള്ള മരുന്നുകൾ പുരട്ടാനായിട്ട്. പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ, കാല് വിണ്ട് കയറി കഴിഞ്ഞാലും അവിടുത്തെ കാലിൽ തൊലി കട്ടിയാവാനുള്ള സാധ്യത കൂടുന്നത് കാരണം നിങ്ങൾ വെളിച്ചെണ്ണയൊക്കെ കാലിൽ ഇടയ്ക്കിടയ്ക്ക് പുരട്ടുന്നത് നല്ലതായിരിക്കും. അല്ല, മോയ്സ്ചറൈസിങ് ക്രീം വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ മോയ്സ്ചറൈസിങ് ക്രീം പുരട്ടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പം ഇത് ഒരു ഡോക്ടറെ കാണിക്കുക, അത് ചെത്തണം. പഴുപ്പ് വല്ലതും ഉണ്ടെങ്കിൽ അതിനതായിട്ടുള്ള മരുന്നുകളൊക്കെ കഴിക്കണം. പിന്നെ വേദന ഉണ്ടെങ്കിൽ വേദനയ്ക്കുള്ള മരുന്ന് കഴിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് ചോദിക്കുക, ഇത് ആണി തന്നെയാണോ അതോ വൈറസ് കാരണമുള്ള അസുഖമാണോ എന്ന്. കാരണം വൈറസ് കാരണമുള്ള അസുഖമാണ് നമ്മളത് എടുത്തു കളഞ്ഞാലും കരിച്ചു കളഞ്ഞാലും ഒക്കെ തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മുടെ രോഗപ്രതിരോധ ശക്തി കുറയുന്നതാണ്. അപ്പോൾ ഒരു പ്രായമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കാണെങ്കിൽ ഷുഗറിൻ്റെ അസുഖങ്ങളൊക്കെ കാണും. അപ്പം അത് നമ്മുടെ രോഗപ്രതിരോധ ശക്തിനെ ബാധിക്കും. അങ്ങനെയുള്ളവരിൽ വൈറസൊക്കെ കാരണമുള്ള രോഗങ്ങൾ കൂടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാലും മതിയാകും. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്കൊരു കോളർ കൂടുണ്ട്. ഹലോ, ഡോക്ടർ ലൈവാണ്. ആരാണ് വിളിക്കുന്നത്? ഹലോ, ഞാൻ വെഞ്ഞാറോട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടറിന്റെ ചോദിച്ചോളൂ. ഡോക്ടർ, എനിക്ക് ചോദിക്കാം, ഞാൻ ഒരു 10 വർഷമായിട്ട് ഷുഗറും BP ഉള്ള ഒരു പേഷ്യന്റ് ആണ്. അതെ. എനിക്ക് കാല് മുട്ടിന്റെ താഴോട്ട് 2 കാല് നല്ല പെയിൻ ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഈ സ്കിന്നിന് നല്ല കറുപ്പാണ്. അതെ അതെ. അത് രാത്രിയൊക്കെ ആകുമ്പോൾ ചൊറിച്ചിലും ഉണ്ട്, തടുപ്പും ഉണ്ട്. ശരി. അപ്പം അത് എന്തുകൊണ്ടാണ്? അത് ശരി, നമ്മൾ ഒരു പ്രായം കഴിയുമ്പോഴത്തേക്കും ഈ തൊലിയുടെ തൊട്ട് താഴെ ഒരു കൊഴുപ്പിൻ്റെ ലെയർ ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അതൊക്കെ അങ്ങ് പോകും. പിന്നെ നമ്മൾ ഈ കൊഴുപ്പ് കുറയ്ക്കാനൊക്കെയുള്ള മരുന്നൊക്കെ കഴിക്കുമല്ലോ, ഇപ്പോൾ കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട്, അതിൻ്റെ ഭാഗമായിട്ട് അത് പോകും. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, ചർമ്മം തനിയെ വരണ്ട്, സാധാരണ വ്യക്തികളിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ വരണ്ടിട്ടായിരിക്കും ഒരു ഡയബറ്റീസ് രോഗമൊക്കെ ഉള്ള ആൾക്കാരിൽ കാണുന്നത്. അപ്പം വരണ്ട ചർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ചൊറിച്ചിലുണ്ടാവുന്നതാണ്. അപ്പോൾ ചൊറിഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇൻഫെക്ഷൻസൊക്കെ അണുബാധയൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, അതായത് ഇപ്പോൾ കാലിൽ വേദന ഉണ്ടെങ്കിൽ എന്തായാലും ഒരു ഡോക്ടറെ അടുത്ത് പോകണം. പിന്നെ അത് കുറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഡോക്ടറെ കാണിച്ചു, മരുന്നെടുത്തു, വേദനയെല്ലാം മാറി എങ്കിൽ പോലും സ്ഥിരമായിട്ട് തൊലി വരണ്ടു പോകാതെ നോക്കണം. കാരണം
ഞാൻ പറഞ്ഞില്ലേ വരണ്ട് കഴിഞ്ഞാൽ എന്തായാലും ചൊറിച്ചിലുണ്ടാവും. ചൊറിഞ്ഞു കഴിഞ്ഞാൽ പൊട്ടലുകൾ വരും, പിന്നെ പഴുക്കും. അപ്പം അങ്ങനെ വരുത്തരുത്. ഒരു ഡയബറ്റിക് ആയിട്ടുള്ള വ്യക്തിക്കൊക്കെ പെട്ടെന്ന് പഴുപ്പ് വരാം. അപ്പോൾ അത് വരാതെ ശ്രദ്ധിക്കുക. അപ്പോൾ വരണ്ട ചർമ്മം വരാതെ നോക്കുക. ഡോക്ടർ ലൈവിൻ്റെ സമയം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. ചർമ്മരോഗങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്തത്. നന്ദി, നമസ്കാരം.